അതുപോലെ സ്വലാത്തും ഒക്കെ സ്റ്റേജിൽ ചൊല്ലുന്നവരും പാടുന്നവരും പറയുന്നവരുമായ കുട്ടികൾ പോലും ചെയ്യുന്ന ചില കോപ്രായങ്ങൾ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നിക്കും. ബുറുദയൊക്കെ ഇന്ന് ബ്രേക്ക് ഡാൻസിന്റെ മോഡലിൽ, സിനിമാറ്റിക് ഡാൻസിന്റെ മോഡലിൽ കുറെ ശബ്ദ കോലാഹലങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ആടിത്തിമിർക്കുന്ന, അത് കാണാൻ കുറെ ആളുകൾ കേറി യൗമാർക്ക് അടി കൊടുത്തിട്ട് ഇറക്കി വിടണ്ടേ? തലക്കെട്ടെന്ന് നിങ്ങൾ നോക്കണ്ട. തലക്കെട്ട് കെട്ടിയവരെല്ലാവരും സ്വർഗത്തിലാണെന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ബുറുദ എന്ന് പറയുമ്പോ അതിനൊരു ഭംഗിയില്ലേ? ബുറുദ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൗലായ അങ്ങനെ കുറെ ശബ്ദം ഉണ്ടാക്കിയിട്ട് എന്ത് ബുറുദയാണ് ചെല്ല? അങ്ങനെ കുറെ ശബ്ദമുണ്ടാക്കിയിട്ട് ഇവരാരെയാണ് പ്രീതിപ്പെടുത്തുന്നത്? ഇന്നതൊക്കെ മാറി ബുറുദ പിന്നെ കല്യാണ വീട്ടിലായി. ബുറുദ പിന്നെ കല്യാണ വീട്ടിലായി. ആയിക്കോട്ടെ, കുറെ ഉസ്താദുമാർ അതിനെതിരെ പ്രസംഗിച്ചു, ഞാൻ അതിനെതിരൊന്നും പറയുന്നില്ല. കല്യാണ വീട്ടിൽ ആയിക്കോട്ടെ, പക്ഷേ അത് കല്യാണ വീട്ടിലായി ഇപ്പോ ബുറുദയ്ക്ക് പകരം പുതിയാപ്പിളയുടെയും പുതിയവണ്ണിന്റെയും മദ്ഹായി. ബുറുദ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹല്ലേ. അതിനു പകരം ഇപ്പൊ പുതിയവണ്ണിന്റെയും പുതിയാപ്പിളയുടെയും മദ്ഹായി. അതിങ്ങനെ കണ്ടിട്ട് ചില ആളുകൾ അതിന്റെ അടിയിൽ എഴുതുകയാണ്, നൗഷാദ് ബാക്കവി ഒരു ബാക്കവിയും ഇതിനെതിരെ പ്രസംഗിക്കൂല. പിന്നെ എന്റെ കൊച്ചാപ്പാടെ മക്കളല്ലേ അത് പാടാൻ പോയത്. പുതിയാപ്പളയുടെ മദ്ഹ്. എന്നിട്ട് പുതിയവണ്ണ് ഇറങ്ങി വരുമ്പോ നട്ടലുള്ള ഒരാണ് ആ വീട്ടിലില്ലാതായിപ്പോയി. ഈമാനുള്ളവൻ, നട്ടല്ലുള്ളെന്ന് ഞാൻ പറയണില്ല, ഈമാനുള്ള ഒരാണ് ആ വീട്ടിലില്ലാതായിപ്പോയി. ഈ തലക്കെട്ടും കെട്ടി ഈ ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ട് ഈ റുസ്തമോളെ ഉണ്ടാക്കണ്ട. അല്ലാത്ത വേഷത്തിൽ പോയിരുന്നു നിങ്ങൾ എന്ത് അഭിപ്രായമാണോ കാണിച്ചു? എന്ത് മോശാണ്, എന്ത് മോശാണ്. പുതിയാപ്പള ഇതുവരെ കാണിക്കാത്തത് റുസ്തമൊക്കെ കാണിക്കാൻ പോകുന്നു എന്നാണ് പാട്ടിൽ പറയുന്നത്. നമ്മൾ ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചൂടെ? പച്ചക്ക് ഇതിങ്ങനെ പറഞ്ഞു എതിർത്തില്ലെങ്കിൽ യുവമാരിനി അടുത്ത വീട്ടിലും പോയിരുന്നു പാടും. ഇനി പാടുമ്പോ അടി കിട്ടുമ്പോ പിന്നെ പാടൂല. നമ്മളത് ആരെന്നോ നോക്കണ്ട, അത് ഏത് മുസ്ലിയാരെന്നോ ഏത് തലേക്കെട്ടെന്നോ നോക്കണ്ട. അത് വളരെ വൃത്തികേടാണ്. നമ്മളെ ഒരു കോലത്തിന് പറ്റിയതല്ല, രൂപത്തിന് പറ്റിയതല്ല. അതൊരു ബുറുദ പാടുന്ന രീതിയിൽ മജ്ലിസിൽ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമല്ല. അതെല്ലാം അഴിച്ചു കളഞ്ഞിട്ട് അവർ ചെയ്തോട്ടെ. ആ വേഷത്തിന് ഈ ഉമ്മത്ത് കൊടുക്കുന്ന ഒരു ബഹുമാനമുണ്ട്, ഒരു ആദരവുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമുക്ക് ഹൗദുൽ കൗസർ വേണമെങ്കിൽ നമ്മളതിന് ഏറ്റവും യോഗ്യതയുള്ള അർഹതയുള്ള ആളായി രൂപഭാവത്തിൽ വലിയ മാറ്റം നമുക്കുണ്ടാവണം. എന്നാലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടൂല.